2022 ഇടത് സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായിരുന്നുവെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇളവിനായി ജോണി വാക്കർ കമ്പനി സമർപ്പിച്ച അപേക്ഷയിലും IT ഹബ്ബുകളിൽ ബാർ ലൈസൻസ് അനുവദിക്കാനുള്ള ആലോചനയിലും ചൂതാട്ടത്തിന് അനുമതി കൊടുക്കാനുള്ള ആലോചനയിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന വിഷയത്തിൽ അന്നും ഇന്നും തന്റെ നിലപാട് ഒന്നുതന്നെയാണ് എന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു. ആ ഡിസൻറ്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്ന ഗ്യാപ്പ് ഉപയോഗിച്ച് ആർക്കും ഡിസൻറ്റ് ഇല്ല എന്നൊരു മട്ടിൽ അന്ന് മിനിറ്റ്സ് എഴുതി. ഞാൻ പിന്നീടാണ് മിനിറ്റ്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. മിനിറ്റ്സ് കിട്ടിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സമയവും ലാപ്സാക്കാതെ ഞാൻ എൻ്റെ നിഷേധക്കുറിപ്പ് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ബാലഗോപാലിന് കൊടുത്തു. ഞങ്ങൾക്കതിനെക്കുറിച്ച് തർക്കമുണ്ട് എന്ന് തന്നെ പറഞ്ഞു. മാത്രമല്ല, അതിനകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ IT ഹബ്ബുകളിലെല്ലാം, അവിടെ ടെക്നോ പാർക്ക് അടക്കം കേരളത്തിലെ എല്ലാ IT ഹബ്ബുകളിലെല്ലാം ഈ ബാർ തുടങ്ങുന്നതിനുള്ള നടപടിയായിരുന്നു. അത് സാധ്യമല്ല എന്നൊരു നിലപാട് അന്നും എടുത്തു, ഇന്നും എടുത്തു, എന്നും നമ്മൾ ആ നിലപാടിൽ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം ഈ ചർച്ച എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എല്ലാം മൊത്തം കത്തിയപ്പോൾ ഒന്നുകൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി ആരെങ്കിലും തട്ടിയതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പ്രചരണത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ആലോചിച്ചാൽ മതിയല്ലോ.